പട്ടാമ്പി മുതുതല ആമയൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് പദ്ധതിയാകുന്നു. പൊതുമരാമത്ത് വകുപ്പും കിഫ്ബിയും ചേർന്നാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. പ്രവൃത്തികളുടെ ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. പട്ടാമ്പിയിൽ നിന്നും കൊപ്പത്തേക്കുള്ള എളുപ്പമാർഗമാണ് പട്ടാമ്പി മുതുതല പറക്കാട് ആമയൂർ റോഡ്. വർഷങ്ങൾക്ക് മുൻപ് കിഫ്ബി പദ്ധതിയിൽ റോഡ് നവീകരിക്കാൻ പദ്ധതിയായെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ വിലങ്ങുതടിയായി. മുതുതല അയ്യപ്പൻകാവിന് സമീപത്തുള്ള പുതുപ്പാലം പുതുക്കിപ്പണിയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വേണ്ടി വന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു നവീകരണം മുടങ്ങാൻ ഇടയാക്കിയത്. റോഡിന്റെ പട്ടാമ്പി മുതൽ കൊടുമുണ്ട യാറം വരെയുള്ള ഭാഗം നേരത്തെ റബ്ബറൈസ് ചെയ്ത് നവീകരിച്ചതുമാണ്. തുടർന്നുള്ള 6 കിലോമീറ്ററോളം വരുന്ന പാതയാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. പട്ടാമ്പിയിൽ നിന്നും പള്ളിപ്പുറത്തേക്കും വളാഞ്ചേരി ഭാഗത്തേക്കും ഈ പാതയിലൂടെയാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. അറ്റകുറ്റപ്പണികളല്ലാതെ റോഡിൽ കാര്യമായ നവീകരണം നടത്തിയിട്ട് ഏറെക്കാലമായി. ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് മൂസിൻ MLA ഇടപെടലിനെ തുടർന്ന് റോഡ് നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പും കിഫ്ബിയും ചേർന്നാണ് പാത നവീകരിക്കുക. കൊടുമുണ്ട മുതൽ മുതുതല പുതുപ്പാലം വരെയുള്ള 2 കിലോമീറ്ററോളം റോഡ് നവീകരിക്കാൻ 5.5 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ സാങ്കേതിക അനുമതി ലഭ്യമാക്കുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികൾ തുടങ്ങാനാവും. ഇതോടൊപ്പം പുതുപ്പാലം പുതുക്കിപ്പണിയാൻ 4.5 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർ നടപടികളും നടന്നുവരുന്നതേയുള്ളൂ. മുതുതല പുതുപ്പാലം മുതൽ തൃത്താല കൊപ്പം വരെയുള്ള റോഡ് കിഫ്ബിയുടെ മേൽനോട്ടത്തിലാണ് നവീകരിക്കുക. നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. 7.5 മീറ്റർ വീതിയിലാകും റോഡ് വീതി കൂട്ടി നവീകരിക്കുക. അഴുക്കുചാലുകൾ, ഓവുപാലങ്ങളുടെ പുനർനിർമ്മാണം എന്നിവയും ഉണ്ടാകും. നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പാതയിലൂടെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പൈപ്പിടൽ പ്രവൃത്തികൾ തകൃതിയായി നടക്കുകയാണ്. പുതുപാലത്തിന് സമീപം തൂണുകൾ സ്ഥാപിച്ചാണ് പൈപ്പുകൾ കൊണ്ടുപോകുന്നത്. ഇതിന്റെ പ്രവൃത്തികളും ഇവിടെ തുടങ്ങി. പാലം പൊളിച്ചു പണിയുമെന്നതിനാലാണ് പാലത്തിനോട് വിട്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിച്ചതായി മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. നേരത്തെ MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ റോഡ് പരിശോധനയ്ക്ക് എത്തിയിരുന്നു. പട്ടാമ്പി ആമയൂര് റോഡ് നമ്മുടെ മുതൽ വഴി തലക്കൊപ്പത്തിലാണ് ഈ റോഡ്. ഇത് നമ്മുടെ MLA ഇടപെട്ട് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചു. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മാസത്തോടു കൂടി അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഇവിടെ കാണുന്ന ബ്രിഡ്ജസ് ഈ ബ്രിഡ്ജ് പൊളിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജൽജീവൻ്റെ ഒരു പൈപ്പ് സാധാരണ ഈ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെയാണ് പോകേണ്ടത്, സൈഡിൽ കൂടെ. അപ്പോൾ അത് ഈ ബ്രിഡ്ജ് പൊളിക്കുന്നതുകൊണ്ടാണ് പൈപ്പ് അപ്പുറത്ത് വേറെ സംവിധാനം ഉണ്ടാക്കിയിട്ട് ആ പൈപ്പ് പോകുന്നത്. ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഈ വേനൽക്കാലത്തോടു കൂടി വലിയ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് തൃത്താലക്കൊപ്പം വരെയുള്ള ഭാഗത്ത് അത് കിഫ്ബിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അവരതിൻ്റെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അത് അതിൻ്റെ വർക്കും പൂർത്തീകരിക്കും. ഏകദേശം ഈ വർഷ അവസാനത്തോടു കൂടി റോഡ് വർക്ക് പൂർത്തീകരിക്കും. ബ്രിഡ്ജിൻ്റെ പണി ഏകദേശം അതിനോടൊപ്പം നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിലും പഞ്ചായത്തിലും നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് MLA നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. വളരെ ആവേശകരമായ 2016 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കോടികളുടേതാണ്. ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാ മേഖലകളിലും, ഇത് പശ്ചാത്തല സൗകര്യം മാത്രമല്ല എല്ലാ മേഖലകളിലും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ജനങ്ങൾ വളരെ ആവേശഭരിതരാണ്. ചെറിയ ഈ വർക്കുകൾ സമയബന്ധിതമായി നടക്കുന്നില്ല എന്ന ചില പരാതികളും കാര്യങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിലും അതൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടൽ MLA നടത്തുന്നുണ്ട് എന്നത് ഞങ്ങൾക്ക് ബോധ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് സെൻറ്റർ, നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ജനങ്ങൾ. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.